അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ബിനു ചേട്ടാ, എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സിനിമാ വിശേഷം? സിനിമാ വിശേഷം ഷാഫി സാറ് സംവിധാനം ചെയ്യുന്ന ബിബിൻ ജോർജ് നായകനാവുന്ന പടം 20-ാം തീയതി റിലീസാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം. ഒരു പഴയ ബോംബ് കഥ. ഒരു പഴയ ബോംബ് കഥ. 20th റിലീസ് ചെയ്യും. അതെ. എന്താ വേഷം എന്താ അതിനകത്ത്? അത് സസ്പെൻസ് ആണ്. സസ്പെൻസ് ആണ്. ആ പടത്തിന്റെ മെയിൻ ഒരു സംഭവമാണ്. സാറ് കേട്ടാ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സസ്പെൻസ് ആണ്. ആണോ? ഉല്ലസേട്ടാ, വിട്ടുകൊടുക്കരുത്. നമ്മുടെ സിനിമ കഥ പറ. എന്റെ ഇപ്പൊ ഒരു സിനിമ സംവിധായകൻ പെട്ടിലാമ്പട്ര എന്ന് പറയുന്ന റിലീസായി. ഇപ്പൊ ഒരു പടം ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. സൂത്രക്കാരൻ എന്ന് പറയുന്ന സിനിമ. നല്ല ടൈറ്റിൽ, ഉല്ലാസേട്ടൻ ചേർന്ന ടൈറ്റില്. അതിലൊരു പള്ളിയിൽ അച്ഛന്റെ വേഷമാണ്. ഫാദർ ആൽവിൻ. ഓ, എനിക്ക് വയ്യ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. ഫാദർ ആൽബിന്റെ ഡാൻസും ആ പടത്തിൽ നിങ്ങൾക്ക് കാണാം. ആണോ ഉല്ലാസേട്ടാ? ഇല്ല, ഡാൻസ് ഇല്ല. ഡാൻസ് ഇല്ലാത്തൊരു പ്രത്യേകതരം ഫാദറാണ്. ഓക്കെ, സോ കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. അടുത്തതായിട്ട് സ്കിറ്റുമായി വേദിയിലേക്ക് എത്തുന്നു ടീം ഫൺ ഫൈറ്റേഴ്സ്. വിളിച്ചാൽ കിട്ടില്ല. അതിപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഹലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? കണ്ട പ്രായം തോന്നുന്നേ ഉള്ളു. കിട്ടി തുടങ്ങിയിട്ടില്ല. എന്ത് പെൻഷൻ? പൊട്ടാക്കണാപ്പി പെൻഷൻ കിട്ടുന്നുണ്ടോന്നല്ലേ ചോദിച്ചേ? പെണ്ണുമുള്ള ലേബർ റൂമിൽ കയറ്റിയേക്കുമല്ലേ? തനിക്ക് ടെൻഷൻ ഉണ്ടോ? പിന്നെ ടെൻഷൻ ഇല്ലായിരിക്കും. ആണോ? പക്ഷേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ സിമ്പിൾ കേസാണ്. പിന്നെ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ ലേബർ റൂമൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ BP കൂടും. അങ്ങനെ BP കൂടി ചിലപ്പോൾ ഇനി ഈ കൊച്ചിന് കളർ വ്യത്യാസം വരുമോ, അല്ലെ പെണ്ണുമുള്ള അവിടെ വെച്ച് മരിച്ചു പോകും. അങ്ങനെയുള്ള അല്ല ടെൻഷൻ അടിക്കേണ്ട. അല്ല, ടെൻഷൻ അടിക്കേണ്ട യാതൊരു കേസുമില്ല. ടെൻഷൻ്റെ കേസൊന്നുമില്ല. അത് പക്ഷേ നിസ്സാര കേസാണ്. ആവശ്യമില്ല. ആദ്യത്തെ പ്രസവമാണോ? ഞാൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇവിടെ പെണ്ണുമ്പിള്ളയുടെ ആദ്യത്തെ പ്രസവമാണോ? കന്യ ആണോ? അപ്പൊ ഞാൻ കഞ്ഞി മേടിച്ച് കുടിച്ചിട്ട് കഞ്ഞി കൊടുത്തിട്ട് കഞ്ഞിയായിട്ട് വന്നിരിക്കുന്ന കന്യ. ടെൻഷൻ കൊണ്ടാണോ? ഒന്നും കിട്ടുന്നില്ലല്ലോ. ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ അറിയാം. നമ്മളിതൊക്കെ സിമ്പിൾ. അണ്ണന്റെ ആദ്യത്താണോ? എന്റെ ഇതുകൂടെ കൂട്ടി ഈ വർഷത്തെ ആദ്യത്തെ. ഈ വർഷത്തെ ആദ്യത്തെ. അപ്പൊ എല്ലാ വർഷവും? എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും വരുമോ? അതെന്താ എല്ലാ വർഷവും അതിശയം? എല്ലാ വർഷവും ഓണം വരത്തില്ലേ? ഉണ്ട്. എല്ലാ വർഷവും ക്രിസ്മസ് വരത്തില്ലേ? ഉണ്ട്. എല്ലാ വർഷവും റംസാൻ വരുമോ? ഉണ്ട്. പിന്നെ എനിക്ക് എന്തുകൊണ്ട് വന്നുകൂടെ? ഇതൊരു ആഘോഷമാക്കി എടുത്തേക്കണം. ആഘോഷം മാത്രമല്ല, എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം എല്ലാ വർഷവും വരണമെന്നാണ് എന്റെ ആഗ്രഹം. സന്തോഷം. പിന്നെ ഇതേ പേര് എന്താന്ന് പറഞ്ഞു? അങ്ങനെയൊന്നും ഇല്ലണ്ണ. പേരില്ലേ? അല്ല, പേരുണ്ട്. ഞാൻ അച്ഛനും നമുക്ക് ഒരു മോനാ. ഒറ്റ മോനേ ഉള്ളു. അപ്പൊ ഉരുളി കമഴ്ത്തി ഉണ്ടായതാ. അപ്പൊ ഈ താലോലിച്ച് എന്നെ വളർത്തിയതേ. അപ്പൊ താലോലൻ എന്നാ പേരിട്ടത്. താലോലൻ. എത്ര വയസ്സുണ്ട് ഇപ്പൊ? ചിങ്ങം വരുമ്പോ 38. ചിങ്ങം വരും. ഇങ്ങനെയാണെ ചിങ്ങം വരും. ഇവിടെ 38 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ. തനിക്ക് നാണുണ്ടോ ഈ താലോലൻ എന്നുള്ള പേരും കൊണ്ട് നടക്കാൻ? അല്ല, അച്ഛനെ അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാർ പയ്യന്മാരെ കളിയാക്കത്തില്ല. തനിക്ക് നാണോ? അച്ഛനും അമ്മയും അങ്ങനെ പലതും പറയും. നമ്മൾ വേണം നമ്മുടെ ഒരു പേര് അങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് കേട്ടോ. ആ പേര് മാറ്റാൻ നടക്കടാ. ഒരു കാര്യം ചെയ്യും, ലോലൻ. അത് മതി. ലോലൻ. നാട്ടുകാരൊക്കെ എന്നെ ലോലാതെ വിളിക്കണം. ഞാൻ പറഞ്ഞ കറക്റ്റ്. അണ്ണന്റെ അടുത്തൊരു ഗമ കിട്ടാൻ വേണ്ടി ഞാൻ മൊത്തം പേര് താലോലൻ പറഞ്ഞതാ. ഈ താലോലനാകുമ്പോ ഭയങ്കര ഗമയാ. ഋതുരാഷ്ട്രം എന്നൊക്കെ പറയുന്ന ഒരു ഗമയുള്ള പേരാ താലോലൻ. അണ്ണന്റെ പേരെന്താ? എന്റെ പേര് സോമശേഖര പണിക്കർ. ഒരാൾക്ക് 3 പേര്. അതെന്തെന്നറിയാമോ? ഞങ്ങളുടെ അച്ചായിക്കും അമ്മച്ചിക്കും ആണെങ്കിലേ 3 പിള്ളേർ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവര് എന്ത് ചെയ്യാനാ, ദൈവം കൊടുത്തില്ല, ഞാൻ ഒറ്റ മോനായി പോയി. അപ്പൊ ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ആ 3 പേര് എനിക്കെടുത്തിട്ട് സോമശേഖര പണിക്കർ. അവർക്ക് 10 പിള്ളേര് വേണമെന്നായിരുന്നെങ്കിൽ പെട്ടുപോകും. SSLC ബുക്കിൽ പോലും കൊള്ളിക്കാനൊക്കത്തില്ല. പിന്നെ ഈ പെണ്ണുമ്പിള്ളേരുടെ പേരെന്നാ? ശ്യാമള. അതെന്റെ വൈഫിന്റെ പേര്. തന്റെ വൈഫിന്റെ പേര്? എന്റെ ഭാര്യയുടെ പേര് ശ്യാമള. ശ്യാമള എന്നാണ് പേര്? എന്റെ വൈഫിനെ ശ്യാമള, തന്റെ വൈഫ് ശ്യാമള. ഞാൻ KP ശ്യാമള. ഞാൻ PP ശ്യാമള. എനിക്കറിയാം. എന്റെ പേര് താലോലൻ എന്നാണ് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചിരിച്ചിരിച്ച് ചാകും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലമായി. ഇനിയിപ്പോ ഈ അടുത്ത മാസം 18-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടുഡേ. അല്ല, ടുഡേ അല്ല, അന്നാ. അപ്പൊ ആ ഡേ. ഓക്കെ. എത്ര ആളെ കല്യാണം കഴിഞ്ഞിട്ട്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ഉള്ളൂ. ഭാര്യക്ക് 10 മാസം. കല്യാണം കഴിഞ്ഞിട്ട്
6 മാസമേ ഉള്ളൂ, ഭാര്യക്ക് 10 മാസം. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ഭാര്യയ്ക്ക്. അല്ല, അതിനകത്ത് ചെറിയ കണക്കിന്റെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഇത് തന്നെയാണ് തങ്കമാമൻ പറഞ്ഞത്. തങ്കമാമയാര്? എന്റെ അമ്മ. എന്റെ അമ്മയുടെ പേര് ചിന്നമ്മാമ. അയ്യോ, എല്ലാ സൈവും. എന്നാ തങ്കമാമ എന്നോട് പറഞ്ഞു, എടാ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ഉള്ളൂ, പിന്നെ ഇവക്ക് എങ്ങനെ 10 മാസം? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കണക്ക് തെറ്റല്ലേ? പിന്നെ കണക്ക് തെറ്റില്ലേ? അപ്പൊ തന്നെ ഞാൻ അവിടെ അടുത്ത് പോയി ചോദിച്ചു. ചോദിക്കണം. മൂക്കിന് താരം മീശയുള്ള ആണുങ്ങളാണ് ചോദിക്കണം. അതാണ്. തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, തനിക്ക് മൂക്കിന് താരം മീശയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ ചോദിച്ചോ? അപ്പൊ ശ്യാമള എന്നോട് പറയണേ കണക്ക് കറക്റ്റ് ആണ്. എന്നാ 6 4 ഒന്ന് കൂട്ടി നോക്കിയാ 10 അല്ലേ? 6 4 10. അത് കണക്ക് കറക്റ്റ് അല്ലേ? 6 4 10 അല്ലേ? അല്ലടാ, എന്നാലും ഈ 4ന്റെ ഒരു കണക്ക് ഇടയ്ക്ക് വന്ന അതാണ്. എന്നാ 6 4 10 ആണ്. 6 4 അപ്പൊ അവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് കണക്ക് 6 4 10. സംഭവം ശരിയാണ്. അത് ഈ 4ന്റെ ഒരു കണക്ക് ഇടയ്ക്ക് വരുമ്പോഴേ അതാണ് ഈ മിസ്റ്റേക്ക് വരും. മനസ്സിലായിപ്പോയി? 4 6 4 4 എവിടെ നിന്ന് വന്നു? അതാണ് വിഷയം. 4 കുഴപ്പം അല്ലേ? 4 ആണ് കുഴപ്പം. മനസ്സിലായ? അപ്പൊ എനിക്ക് ശ്യാമളൊക്കെ കണക്ക് തെറ്റിപ്പോ, അതാ കുഴപ്പം. നിന്റെ കണക്കാണ് തെറ്റിയത്. ശ്യാമളയുടെ കണക്കൂട്ടിൽ കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെ ദൈവം തന്നെ അല്ലേ? അതിനിപ്പോ ദൈവത്തെ കുറ്റം പറയാല്ല. ഡോക്ടർ പിന്നെ ഡോക്ടറെ, ട്രിപ്പിന്റെ കാര്യം എന്തായി? ട്രിപ്പിന്റെ കാര്യം നമുക്ക് ഊട്ടി വിളിച്ചു വേറെ എവിടെ വേണേലും. ഓ, ആ ട്രിപ്പ് അല്ല, 17ാം വാർഡിൽ കിടക്കുന്ന രോഗിയുടെ ട്രിപ്പിന്റെ കാര്യം. ആ ട്രിപ്പ് അറിഞ്ഞില്ല, ഞാൻ ഊട്ടിക്ക് പോണ കാര്യം ഇരിക്കുന്നു. അല്ലെങ്കിൽ ഊട്ടിയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മ ഉള്ളൂ. അതെങ്ങനെ മറക്കും സിസ്റ്ററെ? എന്റെ ഹണിമൂൺ ഊട്ടിയിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആഘോഷിച്ചത്. ഞാനും ഭാര്യയും കൂടി ഊട്ടിയിൽ ചെന്ന് വണ്ടി ഇറങ്ങുമല്ല, ഞാൻ പെട്ടുപോയെന്നേ. അയ്യോ, എന്താ? എനിക്ക് ഊട്ടിയിലെ വഴിയൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ഭാര്യയ്ക്ക് ഊട്ടിയിലുള്ള സകലമായ മൂട് പഠിക്കണം അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ കറങ്ങി അടിച്ചിങ്ങനെ നടന്ന് ഒരു ഹോട്ടൽ അടപ്പ് ഞാൻ റെഡി, നമുക്ക് ആ ഹോട്ടലിൽ റൂം എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറയാ, അയ്യോ ചേട്ടാ, ആ റൂം അവിടെ എടുക്കരുത്, അവിടെ പോലീസിന്റെ റെയ്ഡ് ഉണ്ടെന്ന്. അല്ല, നമുക്കെല്ലാം അറിയാലോ. അങ്ങനെ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വേറെ ഹോട്ടലിൽ ചെന്ന് അവിടെ ചെന്ന് റിസപ്ഷനിലോട്ട് കയറുമല്ല, അവിടെ ഇരുന്ന പയ്യൻ ചാടി ഇരുന്നിട്ട് എൻ്റെ അമ്പിളിയൊക്കെ എത്ര നാളായി കണ്ടിട്ട്, കമ്പിളി നാരങ്ങ പോലും അമ്പിളിയൊക്കെ ഇപ്പോൾ തണ്ണിമത്തം പോലെ ആയാലോ എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹവും പറ്റും. ഞാനങ്ങ് ചമ്മി പോയെന്ന് എന്നെ അവന് പരിചയമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ ഇങ്ങനെ കിടന്ന് രാത്രി 12 മണിയപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ഉണ്ട്, പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. ഞാനങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഹണിമൂൺ ട്രിപ്പൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, ചേട്ടൻ പൊക്കോളം പറഞ്ഞു. ഞാൻ നേരെ കയറി ഇങ്ങ് പോരുകയും ചെയ്തു. അപ്പൊ അമ്പിളി ചേച്ചി അവളവിടെ ഊട്ടിയിലെ സകലമാന ഓടികൾ അറിയാലോ, അവളെങ്കിലും കയറി പോന്നോളൂന്നേ. ഡോക്ടറെ, എനിക്കൊരു സംശയം. എന്താണ് സംശയം? ഇതാ ഈ എഴുതിയിരിക്കുന്നത് സുജിയാണോ സുജിയാണോ? എന്താ ഇത്? എന്റെ പൊന്നെ സുജി, അതാണ് സുനി. ഇതോ? അല്ല, സുനി, പനി വന്ന സുനി. സുനിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ വാർഡിൽ കിടക്കുന്ന സുനിയുടെ കണ്ണുള്ളിലോട്ട് കുറച്ച് ദിവസം കൊണ്ട് താഴ്ന്നു 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 വരുന്നു ഡോക്ടറെ. അത് കുഴപ്പമില്ല, ഇവിടുത്തെ ബില്ല് ഇട്ടപ്പോ കണ്ണു ഉള്ളിലോട്ട് പുറത്തോട്ട് തള്ളി തള്ളി വന്നോളും. നമുക്ക് ലേബർ റൂമിലോട്ട് പോകാം. പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ ഭാര്യയുടെ കേസ് എന്തായി? ഭാര്യയുടെ കേസ് അത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി ചെറുക്കുന്നല്ലേ നല്ല അങ്ങനെ ആശുപത്രിയാണല്ലോ. അല്ല, എന്റെ ഭാര്യ രാവിലെ 7 മണിക്ക് ലേബർ റൂമിൽ കയറ്റിയാണ്. അപ്പൊ അവിടെ കാര്യം എന്തായെന്ന് അറിയാം. ഭാര്യയുടെ പേരെന്തായിരുന്നു? സോമശേഖര പണിക്കർ. അല്ല, അല്ല, എന്റെ പേരാണ് സോമശേഖര പണിക്കർ. തന്റെ പേരാണ്? ഭാര്യയുടെ പേര് ശ്യാമള. ഭാര്യയുടെ പേര് ശ്യാമള. അല്ല, PP ശ്യാമളയുടെ ഭർത്താവ് താലോലൻ. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ച്. ഓക്കെ, അപ്പൊ PP ശ്യാമള. ഓ, വെരി അർജന്റലി മാറ്റേഴ്സ്. എന്ത് പണിയാ കാണിച്ചത്? നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ച് ഇവിടെ ഇരുന്നിട്ട് അവര് അർജന്റീനയുടെ കളി കാണാൻ പോണെന്ന് പറഞ്ഞു പോയി. അർജന്റീനയുടെ കളി എന്ന് പറഞ്ഞിട്ട് അർജന്റീനയുടെ കളി കാണാൻ പോകുന്നല്ല പറഞ്ഞ. പിന്നെ തന്റെ ഭാര്യ PP ശ്യാമളയ്ക്ക് അർജന്റ് ആണ്, അവര് ലേബർ റൂമിലോട്ട് അത്യാവശ്യമായിട്ട് പോയതാന്ന് പറഞ്ഞു. എന്തായാലും കൊച്ചിനെ ഞാൻ പേരിട്ട് ഇവിടെ ഇരുന്ന് ഇത്ര ആദ്യം എടുത്തപ്പോ ആണാണേലും പെണ്ണാണേലും ആദി പേരുള്ള എന്റെ പൊന്നോ. ഇത് രാവിലെ 7 മണിക്ക് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ വെള്ളം പോലും കുടിച്ചില്ല. ഒരു ഉത്തരവാദിത്തം ഇല്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഉത്തരവാദിത്തം. തമാശ കാണിക്കുന്നോ? അയ്യോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ തമാശയില്ല. കൂടുതൽ വേലത്തരം കാണിക്കണ്ട. ഈ ബില്ലിലുള്ള മരുന്നൊക്കെ വാങ്ങിട്ട് വന്നേ. ഓ, എല്ലാം മേടിക്കാം. അത് ഈ ബ്രെഡും ജാമും ഇതിനകത്ത് അത് കുട്ടിക്ക് വേണ്ടിട്ടാ. അയ്യോ, എന്റെ കുഞ്ഞു ജനിച്ചോടനെ ബ്രെഡും ജാമും ചോദിച്ചു. അയ്യോ, തന്റെ കുട്ടിയല്ല. പിന്നെ എന്റെ കുട്ടിയല്ല, എന്റെ ശ്യാമള എന്നെ ചതിച്ചു. എന്റെ KP ശ്യാമള എന്നെ ചതിച്ചു. എന്റെ കുട്ടി, എന്റെ ദൈവമേ, എന്റെ കുട്ടി നേഴ്സറിയിൽ നിന്ന് വന്നിട്ട് വിശക്കണെന്ന് പറഞ്ഞ് അകത്തിരുന്ന് കരയുക. അതിന് വേണ്ടിട്ടാ. എന്റെ പൊന്ന് സിസ്റ്ററിന്റെ കൊച്ചിന് ഞാൻ ഈ ബ്രെഡും ജാമും ഞാൻ മേടിച്ചോണ്ട് തരാം നേഴ്സറി പറഞ്ഞു. ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ. പേഷ്യന്റ് പെയിൻ വന്നാ താ നോക്കോ? പിന്നെ ഇനിയിപ്പോ പേഷ്യന്റിന്റെ പേനൂടെ ഞാൻ നോക്കി തരാം. മരുന്ന് പോയി വാങ്ങിട്ട് പാടോ. ആവശ്യമില്ല, ഇതെന്തൊരു ദുരിതം എന്ന് പറയുന്നത്. ഞാൻ ഈ കട്ടപ്പാണ്ടിടയ്ക്ക് ഞാൻ ഈ ബ്രെഡും ജാമും. എന്നോട് എന്തെങ്കിലും വന്ന് പറയണ്ട. എന്തേലും പറയണ്ട എന്നോട്? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ടല്ല, എന്നോട് പറയത്തില്ല. ഞാൻ കാണേണ്ട രീതി കണ്ടിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ അവര് പോകുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം.
അങ്ങനെയുണ്ട്. ഇത് നമ്മുടെ ഭാര്യയല്ലേ അകത്ത് കിടക്കുന്നത്. നമ്മളൊന്ന് നോക്കി നമ്മൾ സിസ്റ്റർമാരൊന്നും ശ്രദ്ധിക്കണം, അവരാ നോക്കണം. പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഗവനിച്ചൊന്ന് നോക്കിയാൽ മതി. അല്ല ഇത് എനിക്കറിയാൻ പറ്റില്ല, കാരണം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒരു രീതി സിസ്റ്റർ വരുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പി തൂക്കുപാത്രത്തില് കഞ്ഞിയൊക്കെ വാങ്ങിച്ചു വെക്കണം കേട്ടല്ലോ. ഓക്കെ. എന്താടോ എന്താടോ തനിക്ക്? ഇവിടെ നിന്ന് കോപ്പറങ്ങളൊന്നും കാണിക്കരുത് പറഞ്ഞേട്ടോ കേട്ടോ. കളിക്കുന്നോ? തനിക്ക് എന്തിനാണോ തനിക്ക്? താൻ ആ പെണ്ണുങ്ങളിപ്പോ വായിരിക്കുന്നത് ഞാൻ കേൾക്കത്തില്ലേ? തനിക്കോല ഞരമ്പ് രോഗം ഉണ്ടാ? പിന്നെ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാനല്ല പറഞ്ഞത്. പിന്നെ ഒരു 500 രൂപ കാശ് കൊടുക്കണം. അതായത് വാ തുറന്ന് പറയണം. കണ്ണു കൈ കാണിച്ച് ആ പെണ്ണുമ്പോൾ വല്ലതും പറഞ്ഞു ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് എന്താ ഞങ്ങളടുത്തൊക്കെ ഇങ്ങനെ നോക്കി വെക്കണമെന്ന് ഒന്നുമില്ല. അവര് ഡോക്ടർ ഇല്ലാത്തപ്പോ പരുന്ത് പറക്കണ പോലെ ഇവിടെ കിടന്ന് പറക്കണ കേട്ടാ. വരുമ്പോ ഒരു 500 രൂപ കാശം കൊടുത്താൽ അത്ര കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് പറയണ്ടേ ഇത് മുണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഉള്ള കൊണ്ടുണ്ട് ഇത് ഊരിയാണേലും തരാം. കാര്യം നടന്നു കിട്ടിയാ മതി. എന്റെ പൊന്നോ. ഹലോ സിസ്റ്ററെ, ഇതിരിക്കട്ടെ. എന്താ ഇത്? ഇതൊരു 500 രൂപ ഇരിക്കട്ടെ. ഞാൻ തന്നോട് പൈസ ചോദിച്ചോ? അല്ല എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ പൈസ ചോദിച്ചോടോ? അല്ല ഞാൻ ഈ ബി പി താൻ എന്നെ സ്വാധീനിക്കാൻ നോക്കുന്നോടോ? ഞാൻ അങ്ങനെ എന്റെ കുടുംബത്തിന് മര്യാദരാക്കോടോ താൻ? ഇല്ല, ഞാൻ അങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെയുള്ള വേലകളൊന്നും കാണിക്കരുത് പറഞ്ഞേട്ടോ. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഒന്നുമില്ല. കൊള്ളാലോ. ആഹാ. അട്ടിച്ചിന്റെ കാരണം ഞാൻ തനിക്ക് ഭ്രാന്താണോ? തനിക്ക് വിവരം ഉണ്ടാ? ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എന്തോരം ക്യാമറ ആയിരിക്കണത്. ഇതിന്റെ മുമ്പിൽ കൊണ്ട് കാശ് കൊടുത്താൽ അവര് മേടിക്കുവാ. എന്തൊരു മണ്ടത്തരം ഞാൻ കാണിച്ചെന്നാലും ഇതിനൊരു ഒളിവും മറയൊക്കെ വേണം. ഒളിവും മറയും വേണം. പിന്നെ ഒരു മറയത്ത് കൊടുക്കണ്ടേ? അത് ഒരു പറയണ്ടേ? ഞാൻ പറഞ്ഞ ഞാനിവിടെ ആദ്യമാണ് എനിക്ക് മണ്ണൊക്കെ ഉള്ള അതേ ഒരു മറയത്ത് കൊടുക്കണം. ഓക്കെ 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 അവിടെ വെറുതെ ഒരു മറ വേണം, അത്രേ അത്രേ ഉള്ളൂ. ഓക്കെ കൊടുത്തോ. വരട്ടെ 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 കൊടുക്കാം. ഹലോ സിസ്റ്റർ, നമസ്കാരം. ഞാൻ നേരത്തെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെറിയ തെറ്റൊക്കെ പറ്റിപ്പോയി. ഫ്രീ ആണെങ്കിൽ ആ എക്സ്റേ റൂമിൻ്റെ അവിടം വരെ ഒന്ന് വരാമോ? അല്ല അവിടെ നല്ല ഇരുട്ടാ, അവിടെ ആകുമ്പോൾ ആരും അറിയത്തില്ല, അതാണ്. കാണിക്കുന്നത് നേരം കൊണ്ട് തന്റെ വേല തിരങ്ങളിൽ ഞാൻ കണ്ടോണ്ടിരിക്കുവാണ്. എന്റെ അടുത്ത് ഇങ്ങനെ വേലകൾ കാണിച്ചോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നേഴ്സാ കളിക്കുന്നോ? കൊള്ളാലോ. ഓക്കെ പ്രശ്നമില്ല, വിട്ടേരേ പോ. ആ പി പി പോയടാ, നീ വാടാ, നീ പോയിട്ട് വാടാ കേട്ടോടാ, നിനക്ക് ഞാൻ തരാം. ഞാൻ അവനൊരു പാവല്ലേ വിട്ടേ. അതാണ് നീ പറഞ്ഞോണ്ട് ഞാൻ വെറുതെ വിടുവാ. പോട്ടോ പട്ടി നാറി ഇടിക്കണ്ടല്ലോ ഞാൻ. നിനക്ക് എന്തിനാ നീ അറിയുണ്ടാ എനിക്ക് കേട്ടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവരുടെ എക്സ്റേ റൂമിന്റെ ഇരുട്ടിലോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? നീ അല്ലേ പറഞ്ഞ ഒളിവും മറയായിട്ട് കൊണ്ട് കൊടുക്കാൻ? കോപ്പ ഒളിവും മറയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാറിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ. താന് കാശൊന്നും കൊടുക്കണ്ട, ഇവിടെ ഇരുന്നു. നീ പോയാ നീ ആ മോർച്ചയുടെ അടുത്ത് പോയി പോ. ശരി പൊന്നോ, എന്റെ തല്ലു വിളിക്കാൻ എന്റെ ആവശ്യമില്ലാത്ത പോലെ. കൺഗ്രാറ്റുലേഷൻ. അയ്യോ കേപി അതെ താനാണ്. കൺഗ്രാറ്റുലേഷൻ തന്റെ കുഞ്ഞ്. അയ്യോ അയ്യോ അതല്ല കേപ്പിയുടെ കുഞ്ഞ്, ഇതാ. അതാണ് കേപ്പിയുടെ കുഞ്ഞ്. അത് പിപിയുടെ കുഞ്ഞാ. ഇതാണ് പിപിയുടെ കുഞ്ഞ്. ഇതാണ്. കഴിഞ്ഞ 15 വർഷത്തോടെ ഞാൻ പ്രശ്നം കൊടുക്കുന്നത്, എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. അയ്യോ ഇതാണ് പിപിയുടെ. എനിക്ക് കുഞ്ഞു മാറിപ്പോയി, ശരിയാക്കാൻ മതിയല്ലോ. അയാളുടെ കയ്യിൽ ഇരിക്കുന്നത് പിപിയുടെ കുഞ്ഞാണ്. ഞാൻ റെഡിയാക്കി തരാം. ഓരോ മക്കളെ പോയി ഒരു ഡസം വള വാങ്ങി, വളയുടെ നിറമെന്ത്? ഇതാണ് അടുത്ത പ്രശ്നം കൊടുക്കട്ടെ. ഓക്കെ ഹലോ ഡോക്ടർക്ക് ഒരു അബദ്ധം പറ്റിയതാ. ഇതാണ് നിങ്ങളുടെ കുഞ്ഞ്. അല്ല ഡോക്ടർ പറഞ്ഞു ഇതാണ് എന്റെ കുഞ്ഞ്. ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണ്. ഇത് പിപിയുടെ കുഞ്ഞാണ്. അല്ല ഇതെന്റെ ഇതാട്ടോ നിങ്ങളുടെ കുഞ്ഞ്. ഇതാണോ? അതാണ് ഉറപ്പാ. അച്ഛടെ മുത്തേ, അച്ഛടെ ടുട്ടുടേ, അച്ഛടെ പൊന്നൂസേ. ഹലോ, ഈ എനിക്ക് എന്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. എന്തേ? അച്ഛയുടെ എന്നും പറയും എനിക്ക് എന്റെ അല്ലാത്ത എന്റെ കൊച്ചിന് ഞാൻ പേരിട്ട് എന്ത് വല്ലവൻ. വല്ലഭനല്ല, പിന്നെ വല്ലവൻ. വല്ലവൻ ഇന്റെയും വല്ലവന്റെയും ഇന്ത്യ ഇൻസലി വല്ലവന്റെ അച്ഛടെ മുത്തേ, എന്ത് കഷ്ടം. എന്താണോ എനിക്ക് മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കാൻ തോന്നില്ല. അച്ഛയുടെ അങ്ങനെ വിളിക്കാൻ തോന്നില്ല. ഒന്നാമത്തെ എന്റെ ഒരു മുഖച്ചായി ചെറുക്കനില്ല. രണ്ടാമത്തെ എന്റെ പെണ്ണുമ്പിള്ളയുടെ ഒരു ലുക്ക് ഇല്ല. അച്ഛന്റെ അമ്മ ആറില്ല. എന്റെ അല്ലാതെ തോന്നണില്ല. എന്റെ ഒരു ഇത് മതിയാ? ഇത് മതിയാ? അല്ല തനിക്ക് കൊച്ചിനെ വേണ്ടേ? എനിക്കിപ്പോ ഏതായാലും കുഴപ്പമില്ല. എന്താ എനിക്ക് എടുക്കാതെ അടിച്ച ലോട്ടറി ആണല്ലോ, അപ്പൊ കുഴപ്പമില്ല. അടിപൊളി.
സോ നമ്മൾ വീണ്ടും ഒരു ആശുപത്രി പ്രസവ വാർഡ് ഒക്കെ കണ്ടു. ഇങ്ങനെ 2 ഭർത്താക്കന്മാരുടെ ആദിയും പരവേശവും ഒക്കെ കണ്ടു. നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിന്റെ ഹ്യൂമറസ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അടിപൊളിയാക്കുന്നത്. അല്ല, ഇത് ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോ എന്തായിരുന്നു അവസ്ഥ? അല്ല, ശരിക്കും നമുക്ക് റിയൽ ലൈഫില് ടെൻഷൻ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? പിന്നെ ഭയങ്കര ടെൻഷനല്ലേ. എനിക്ക് ഞാന് ഡോക്ടർ 9ാം മാസം ചെക്കപ്പിന് കൊണ്ടുപോയതാ. ഡോക്ടറെയോ? അല്ല, എന്റെ വൈഫിനെ ഡോക്ടറെ അല്ല, കാണിക്കാൻ. അങ്ങനെയല്ലേ പറഞ്ഞേ, ഡോക്ടറെ 9ാം മാസം ചെക്കപ്പിന്. ഡോക്ടർ നേരത്തെ ചെക്കപ്പ് കഴിഞ്ഞാണ്. അപ്പോൾ വൈഫിനെ ചെക്കപ്പിന് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു, ഇത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു എന്നെ നോക്കും. ഞാൻ എന്ത് പറ്റി? അല്ല, ഒന്നും പേടിക്കാനില്ല. പിന്നെ വെച്ചിട്ട് എന്ത് പറ്റി? അല്ല, കുഞ്ഞിന് ചെറിയൊരു അനക്കക്കുറവുണ്ടോ ഡൗട്ടുണ്ട്, ഒരു കാര്യം നമുക്ക് സിസേറിയൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, ചെയ്തോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഞാൻ പൈസയൊക്കെ അറേഞ്ച് എത്തുന്നുണ്ട്, അപ്പോൾ എടുത്തുകൊണ്ട് വരണമല്ലോ. അപ്പോൾ പോയിട്ട് അപ്പോൾ കുഴപ്പമില്ല, താമസം ഉണ്ടെങ്കിൽ ഞാൻ കയറ്റുമ്പോഴത്തേന് വന്നാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ശ്യാം ഒന്നും കൊണ്ട് പറഞ്ഞേ. ഓക്കെ, ഞാൻ അവിടെ ചെന്നപ്പോൾ കൊച്ചിനടുത്ത് കൈ തന്നു. സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല, അതിനുള്ള സമയം അവർ തന്നില്ല എന്നുള്ള. സാരമില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്ത് പറയണു ബിനു ചേട്ടാ? എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റുകളാണ്. അതിന് പ്രത്യേകിച്ച് അവർക്ക് സിറ്റുവേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ചുമ്മാ കയറ്റി വിട്ടാൽ മതി. ചുമ്മാ കയറ്റി വിട്ടാൽ മതി. ഇവിടുത്തെ ടെൻഷൻ പ്രസവ വാർഡിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ടെൻഷൻ ആണെങ്കിലും ഐറ്റം കളിക്കുന്നതിൻ്റെ ടെൻഷൻ ഇങ്ങടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. ഡോക്ടറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സന്ധ്യയുടെ നേഴ്സ് നല്ല രസമായിരുന്നു. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് പോലും ഇവർ ലാഗ് അടുപ്പിച്ചില്ല. പറയുന്നതെല്ലാം കൗണ്ടറുകൾ അടുപ്പിച്ചിട്ടുള്ള സ്കിറ്റായിരുന്നു. അടിപൊളി സ്കിറ്റായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു, അടിപൊളി സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാര്യ പ്രസവിക്കാനായിട്ട് ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഭർത്താവിൻ്റെ ടെൻഷൻ അത് വളരെ കറക്റ്റായിട്ട് രാജേഷ് പാണവള്ളി അവതരിപ്പിച്ചു. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനകത്തൊരു നിഷ്കളങ്കതയും കൂടി ഉണ്ടായിരുന്നു. അത് ശരിക്കും വർക്കൗട്ടായി. ഞാൻ സത്യത്തിൽ എനിക്ക് 2 മക്കളുണ്ട്, 2 ആൺമക്കളാണ്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ടില്ല. ആ 2 പ്രസവത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. ഇല്ലായിരുന്നു, പ്രോഗ്രാമിലായിരുന്നു. പക്ഷെ എനിക്കൊരു വിഷമമുണ്ടായൊരു കേസുണ്ട്. ഞാനിങ്ങനെ പരിപാടി കഴിഞ്ഞ് രാവിലെ പുല്ലാടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അന്നത്തെ ട്രൂപ്പിൽ, നമ്മൾ ഹൈനസിൽ അവിടെ പരിപാടി ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ട്രൂപ്പിൻ്റെ വണ്ടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അറിയുന്ന എനിക്കൊരു മകനുണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ ആ സന്തോഷത്തിൽ കേട്ട് വരുമ്പോൾ അന്ന് ഹർത്താൽ ദിവസമായിരുന്നു. ആ ജംഗ്ഷൻ്റെ അവിടെ വെച്ച് ഈ പാർട്ടിക്കാർ എൻ്റെ ബൈക്ക് തടഞ്ഞു നിർത്തിയിട്ട് കാറ്റടിച്ചു വിട്ടു. കാറ്റടിച്ചു. എനിക്ക് ഭയങ്കര സങ്കടവും, ആഹാരം പോലും കഴിച്ചിട്ടില്ല. പരിപാടി കഴിഞ്ഞ് രാവിലെ വരിക. ഞാൻ പറഞ്ഞിട്ട് പൊന്നു ചേട്ടാ, ഞാൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല, വിശന്നിട്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ ഒരാൾ പറഞ്ഞു ഡാ കഴിക്കല്ലേ, പകുതി കാറ്റുമായിട്ടാണ് ഞാൻ പോയത്. പകുതി കാറ്റായപ്പോഴത്തേക്ക് ഒരാൾ വന്ന് തടഞ്ഞു നിർത്തിയത് കൊണ്ട് പോകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആത്മാവുമായിട്ട് പോകണം. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കാണണം എന്നുള്ളൊരു ജിജ്ഞാസയും, അതുകൂടാതെ തന്നെ വിശപ്പ്, പിന്നെ വണ്ടി തടഞ്ഞു നിർത്തി അത് കത്തിച്ച് കളഞ്ഞായിരുന്നല്ലോ എന്നുള്ളൊരു പേടി. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അനുഭവം. ചില ടീമുകളൊക്കെ വന്നേച്ച് പറയും കൊച്ചിൻ്റെ മുഖത്ത് ഇത് അച്ഛൻ്റെ മുഖം തന്നെ, ചൈനക്കാരൻ്റെ വിട്ടായിരിക്കും ഇരിക്കണത്. അത് മൂക്കൊക്കെ പിടിച്ച് 90 കഴിയുമ്പോഴായിരിക്കും ഒരു മനുഷ്യക്കോല അച്ഛനെ വാർത്ത് വെച്ചേക്കാന്ന്. അത് അച്ഛൻ്റെ വീട്ടുകാർ വരുമ്പോഴാട്ടോ. ഇനി അമ്മയുടെ വീട്ടുകാർ ഇത് ഇവള് തന്നെയാട്ടോ അല്ലേ. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, സൂപ്പർ. പിന്നെ ഷൈജു നന്നായിട്ട് ചെയ്തു. പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരുമില്ലായിരുന്നു, 4 പേര് മാത്രം നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തത്. സന്ധ്യയൊക്കെ നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള. ഒരു അടിപൊളി സൂപ്പർ. ചുരുക്കി പറഞ്ഞാൽ ഒരു മകേഷിൻ്റെ പ്രതികാരം, ഒരു ആക്ഷൻ ഹീറോ ബിജു എന്നൊക്കെ പറഞ്ഞാൽ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു സ്കിറ്റ്, സൂപ്പർ സ്കിറ്റ്. താങ്ക് യു. വെരി ഗുഡ്. അപ്പോൾ നമുക്കിനി ഓഡിയൻസിനോട് ചോദിക്കാം, ഇന്നത്തെ ഇവരുടെ ഒരു പെർഫോമൻസിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 സ്റ്റാർസ് ആണ്. 4ഉം 5ഉം ഒക്കെ ഉണ്ട് ഇടയ്ക്ക്, പക്ഷേ മെജോറിറ്റി ആണ് നമ്മൾ നോക്കുക. അതുകൊണ്ട് 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന് നമ്മുടെ ഓഡിയൻസ് തന്നിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്.
ഈ 4 സ്റ്റാർസിനൊപ്പം ഇവർക്ക് കിട്ടാൻ പോകുന്നത് പറക്കാട് ജ്വൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. സോ ഇവരുടെ ഈ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിനു ചേട്ടനെയും ഉല്ലാസ് ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.